പുതിയതായിട്ടേ വിവാഹം കഴിക്കാൻ പോകുന്നവരോടൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ചിന്തയാണ്, തുറന്ന ചിന്തയാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുകയേ വേണ്ട, അവിടെ ഉള്ളവരെല്ലാവരും എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. എൻ്റെ ഇൻലോസ് എല്ലാവരും ഒരു ടൈപ്പായിരിക്കും. അങ്ങനെയുള്ളൊരു ഒരു ഒരു ജഡ്ജ്മെൻറ്റിലായിട്ടുള്ള ഇതിൽ പോകുക വേണ്ട. മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അയ്യോ അവരുടെ അമ്മായിയമ്മ ഇങ്ങനെ, അവരുടെ സിസ്റ്റർ ഇൻ ലോ ഇങ്ങനെ, ഇതൊക്കെയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും പറയുന്നതും എല്ലാം. പക്ഷെ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവ് പറയട്ടെ. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ഇന്നത്തെ കാലത്ത് ഒരുമാതിരി സ്ത്രീകളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരെ എടുക്കുക. വി ആർ എഡ്യൂക്കേറ്റഡ് അല്ലേ, ഞങ്ങൾ പ്രൊഫഷണൽസുമാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, സോഷ്യൽ ആക്ടിവിസ്റ്റുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും പഠിച്ചവരാണ്. എൻ്റെ തൊട്ട് മുമ്പിലുള്ള എൻ്റെ അമ്മയുടെ തലമുറയിൽ എല്ലാവർക്കും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. ബിക്കോസ് വളരെ കുറച്ച് കോളേജസ് ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത്. വളരെ കുറച്ച് പേരെ പാസ്സാകുന്നുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് പേർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ആ സമയത്ത് ഒരു ഗ്രാജുവേറ്റ് ആകാനോ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് ജോലി നേടാനോ ഒക്കെ പഠിച്ച് ജോലി നേടാനൊക്കെ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഓൾമോസ്റ്റ് 99% ആൾക്കാർക്കും പഠിപ്പുണ്ട്. അതായത് ഒരു ആവറേജ് മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു മദർ ഇൻ ലോ ഉണ്ടായേക്കാം ആ വീട്ടിൽ. ഒരു മകനെ ഉള്ളായിരിക്കാം, അല്ലെങ്കിൽ 2 ആൺമക്കളായിരിക്കാം. പെൺകുട്ടികൾ ഇല്ലാത്ത വീട്ടിലേക്കായിരിക്കാം നിങ്ങൾ കയറി ചെല്ലുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അവരും നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു സിസ്റ്റർ ഇൻ ലോ ഉള്ള വീട്ടിലേക്കായിരിക്കും നിങ്ങൾ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മളായിട്ട് നമ്മുടെ ടാൻഡ്രംസ് ഒന്നും എടുത്ത് കാണിക്കരുത്. അതായത് ഞാൻ ഒരു റീലിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അമ്മായിയമ്മയെ നിങ്ങൾ അമ്മയായിട്ട് കാണണ്ടെന്ന്. അവിടെയും ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അമ്മയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആകും. അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അത് ചിന്തിച്ചു നോക്കൂ. കാരണം അമ്മ എന്ന് പറയുമ്പോൾ അമ്മയെ നമ്മൾ എന്തും പറയും അല്ലേ. ഓ ഒന്ന് വെറുതെ ഇരി അമ്മ. എൻ്റെ മോളും അങ്ങനെയൊക്കെ പറയും, അമ്മ വാട്ട് ആർ യു ഡൂയിങ് അമ്മ, എന്താ ഇത്. അങ്ങനെ നമ്മൾ എൻ്റെ അടുത്ത് എങ്ങനെ വേണമെങ്കിൽ എൻ്റെ മകൾക്ക് പറയാമല്ലോ. അതേപോലെ ആയിരിക്കില്ലല്ലോ എൻ്റെ മകൻ്റെ ഭാര്യ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നായിരിക്കില്ലേ എൻ്റെ മനസ്സിലെ ചിന്ത. അത് ആ റെസ്പെക്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഞാനും അതുപോലെയായിരിക്കും ഞാനും പെരുമാറുന്നത്. അതായത് എന്നോട് ബഹുമാനം തോന്നുന്ന രീതിയിലായിരിക്കും ഞാനും പെരുമാറുന്നത് അല്ലേ. പക്ഷെ അതേസമയം എൻ്റെ മകള് എൻ്റെ മടിയിൽ വന്ന് കിടന്ന് ഒത്തിരി സംസാരിക്കുകയും എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പക്ഷേ എൻ്റെ മകൻ്റെ ഭാര്യയെ ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അയക്കാം. പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഡ്രാമയിലേക്കൊന്നും ആരും പോകണ്ട കേട്ടോ. ദാറ്റ് വിൽ ക്ലിയർലി അങ്ങനെ ഒരു ഡ്രാമ ആയിട്ട് ആൾക്കാർ കാണുള്ളൂ. മേ ബി നല്ല മദർ ഇൻ ലോ തന്നെ ആയിരിക്കാം, ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീ തന്നെയായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ആ മരുമകൾക്ക് ഓടി വന്ന് അമ്മയുടെ മടിയിൽ വന്ന് തല വെച്ച് കിടന്നിട്ട് അങ്ങനെയൊക്കെയുള്ള വീടുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഡ്രമാറ്റിക് ആയി പോകും. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, കുട്ടികളെ വെയിറ്റ് ചെയ്തിട്ട് ആ ഫാമിലിയായിട്ട് ജെല്ലാവാൻ തുടങ്ങുക. ജെല്ലാകുന്നത് എങ്ങനെയാണ് ചേച്ചി എന്ന് ചോദിച്ചാൽ, അറ്റ്ലീസ്റ്റ് ആ അമ്മ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാഗൂതം വാച്ച് ചെയ്യുക. എങ്ങനെയായിരിക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങളെന്ന്. ഓരോ വീടുകളിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ചില വീടുകളിൽ അമ്മമാർക്ക് ഇഷ്ടമേ ഉണ്ടാവില്ല വേറെ ആരും കിച്ചണിൽ കയറുന്നത്. അത് നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തോളൂ. അതേസമയം ചില അമ്മമാർക്ക് മടിച്ച് അമ്മമാരുണ്ടാകും, എന്നെ പോലെ. എനിക്ക് ഭയങ്കര മടിയാണ് കിച്ചൺ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കൂടേണ്ടി വരും. അപ്പോൾ അതിന് ഒരു ഫോർമുലയായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. അതിന് പലരും പല രീതിയിലായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഈച്ച് ആൾക്കാരുടെ അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഷെഡ്യൂളൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ ട്വീക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളെന്തിനാ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണത്? ആ ചോദ്യം വേണ്ട. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആദ്യമേ തന്നെ വിവാഹത്തിന് മുമ്പേ ഒരു സെറ്റ് ഓഫ് റൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ഞങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അങ്ങനെ സാധിക്കുമോ എന്ന് വിവാഹം കഴിക്കാൻ വരുന്ന ആളോട് ചോദിക്കുക. അങ്ങനെ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ അവിടെ സ്നിപ്പ് ഓഫ് ചെയ്തേക്ക്. എന്തിനാ വെറുതെ എല്ലാവരുടെയും ലൈഫ് ദുരിതത്തിലാക്കാൻ പോകുന്നതല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും വേറെയൊക്കെ പോയി താമസിക്കുന്നുണ്ട് ജോലി സംബന്ധമായിട്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് വില കൊടുത്തും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് സിബ്ലിങ്സ് തമ്മിലുള്ള
ബന്ധങ്ങൾ. നമുക്ക് എന്നും ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്നത് വളരെ ട്രൂ ആണ്. നമ്മുടെ ഒരു എൻ്റെ ബ്രദർ, ഞാൻ എൻ്റെ മുഖം വാടിയിരുന്നാൽ അല്ലെങ്കിൽ ഞാനിരുന്ന് കരയൊക്കെ ചെയ്താൽ എന്താ ചേച്ചിയുടെ പ്രശ്നം എന്ന് അവൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരു സിബ്ലിംഗ് ഉണ്ടാകണം. എനിക്കും എൻ്റെ ബ്രദറിന് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവനിങ്ങനെ എന്തെങ്കിലും അവൻ ഉഴപ്പുന്ന കാര്യത്തിലൊക്കെ വല്ലതൊക്കെ ചെയ്താൽ ഞാൻ എപ്പോഴേ പറയാം അവൻ്റെ അടുത്ത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇത്രയും വർഷം ഇത്ര വയസ്സൊക്കെ ആയില്ലേ, എങ്ങനെ ഉഴപ്പാൻ പാടി, അങ്ങനെയൊക്കെ ഞാനും പറയും. അവനൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യും. മനസ്സിലായോ? അങ്ങനെയുള്ള ആ സിബ്ലിങ്സ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒരിക്കലും കളയാൻ പാടില്ല. അവരുടെ വൈഫിനെ നമ്മൾ കൂടുതൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ബ്രദറിൻ്റെ വൈഫിനെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ബ്രദറിൻ്റെ മനസ്സാണ് കുളിരുന്നത്. ഓ, എൻ്റെ ചേച്ചി അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ, എൻ്റെ അനുജത്തി എത്ര നല്ല പോലെയാണ് എൻ്റെ വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിൽ ആലോചിക്കും. അങ്ങനെ അല്ലാത്ത ബ്രദേഴ്സിന് എത്ര സങ്കടം ഉണ്ടാവുമെന്നറിയോ? അതെന്താണ് കാണിക്കുന്നതെന്നറിയോ? ആ ബ്രദറിനോട് അവർക്കില്ല ഒരു ബഹുമാനം ഇല്ല, ഒരു സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ആ ബ്രദർ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയോടും അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക നമ്മൾ. അതുപോലെ അവിടെ ഇരിക്കുന്ന അമ്മമാരാണെങ്കിൽ, പെൺകുട്ടികളുടെ അമ്മമാരാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു മോനും ഒരു മോളാണെങ്കിൽ ആ മകള് വിവാഹം കഴിച്ചു പോയതല്ല, മകൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്, മകനാണ് ആദ്യം വിവാഹം കഴിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അമ്മമാർ വേണം മകളുടെ അടുത്ത് പറയാനായിട്ട്, നീ നിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കുറവൊക്കെ ഇപ്പോഴേ ആ കുട്ടിയുടെ അടുത്ത് കാണിക്കാൻ പാടില്ല കേട്ടോ, അവർ പുതിയതായിട്ട് വന്നാണ്, നമ്മളെ പറ്റിയൊന്നും അറിയില്ല, കുറച്ച് സമയം എടുക്കും അറിയാൻ എന്ന് അമ്മമാർ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇന്ന് ഇങ്ങോട്ട് കയറി വന്ന പെൺകുട്ടിയോട് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളണം എന്ന് പറയുന്നത്, അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. അവിടെയാണ് നമുക്ക് ഈ ബയസ്ഡ് ആണ് അമ്മ എന്ന് ഫീൽ ചെയ്യപ്പെടുന്നത്. അമ്മ എന്ത് ചെയ്യണം? തൻ്റെ മകളെ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം, മരുമകളെ അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞുകൂടെ തന്നെ. അതുപോലെ തന്നെ ആയിരിക്കും ഈ മരുമകൾക്ക്. ആ അമ്മയോട്, എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പറയുമല്ലോ, പക്ഷേ ഹസ്ബൻഡിൻ്റെ അമ്മയോട് നമുക്ക് തിരിച്ചു പറയാനുള്ള വിഷമം കൊണ്ടും നമ്മൾ നോ പറയാനുള്ള മടി കൊണ്ടും ചില സ്ഥലത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, പണ്ടത്തെ സിനിമകളിലും ഉണ്ട് അങ്ങനത്തെ കുറേ സിനിമയുണ്ട്. തലയിണ മന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമ, നിങ്ങൾ തലയിണ മന്ത്രം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് എടുത്ത് നോക്കിയാൽ ഇതേ സീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. KPSC ലളിതയും 2 മരുമക്കളുമാണ്, നമ്മുടെ ഉർവശിയുടെ എന്താ പറയുക, കോ സിസ്റ്ററായിട്ട് പാർവതിയും വരികയാണ്. അപ്പോൾ അവിടെ ജോലിക്ക് വരുന്ന സ്ത്രീ തുണി കഴുകാനായിട്ട് വരുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു, അതോ മുറ്റമടിക്കാണ് എന്തോ, എനിക്ക് ചെറുതായിട്ടേ ഓർമ്മയുള്ളൂ. അവർ പറയാണ്, ഓ ഇളയ മരുമകൾ നല്ല സുന്ദരിയല്ലേ, മൂത്തതിൻ്റെ പോലെ അല്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ മറ്റവൾ അത് കേട്ടിട്ട് ഓടി വന്നിട്ട്, നിങ്ങൾ എന്താ തള്ള കൂടുതൽ കാര്യം അന്വേഷിക്കുന്നത് എവിടെ എന്നൊക്കെ പറഞ്ഞ് ഉർവശി വന്ന് ചാടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ KPSC ലളിത അതിൽ നല്ലൊരു അമ്മായിയമ്മയാണ്, അതെ ജോലി ചെയ്യാൻ ജോലി ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാനുള്ളൊരു തൻ്റെടവും ചങ്കൂറ്റവും മദർ ഇൻ ലോസിന് ഉണ്ടാവണം. കാരണം അവർ നമ്മളെക്കാളും എത്രയോ ഡബിൾ വയസ്സുണ്ടാവും അല്ലേ ഒരു അമ്മായിയമ്മയ്ക്ക്. 25 വയസ്സുള്ള മരുമകളാണെങ്കിൽ അമ്മായിയമ്മയ്ക്ക് 50 വയസ്സ് മിനിമം കൂട്ടിക്കോ. കാരണം ഉറപ്പായിട്ടും മകന് ഒരു 4-5 വയസ്സ് വ്യത്യാസമുള്ള മകനാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ആ അമ്മയ്ക്ക് എന്തായാലും 50+ ഉണ്ടാവും. ആ അമ്മയ്ക്കുള്ള അത്രയും വിവരവും അത്രയും വിവരബോധവും അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവും ആ 25 വയസ്സുകാരിക്കും ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പം അമ്മായിയമ്മയായിട്ടുള്ള ആ മഹതി വേണം ആ വീടിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ, അല്ലെങ്കിൽ സന്തോഷാവസ്ഥ നിലനിർത്താനായിട്ട്. അതല്ലാതെ അമ്മ തന്നെ ആയിരിക്കും മകനെയും മരുമകളെയും തമ്മിൽ എന്താ പറയുക അടുപ്പിക്കാനുള്ള ഹേതു ആകുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ എത്ര നല്ല അമ്മയാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും ഒരു കാര്യമില്ല കേട്ടോ. ഇഫ് യു ഹാവ് ഡൺ അറ്റ്ലീസ്റ്റ് 1 സിംഗിൾ തിങ്, ആ മകനെ അവരിൽ നിന്ന് അകറ്റാൻ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സാവാച അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന് നിങ്ങൾ കർമ്മ എന്ന് പറയും. റിയലി കർമ്മ വിൽ, യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അത് എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്.
പിന്നെ മരുമക്കളോട്, ഈ കയറി വരുന്ന കുട്ടികളോട്, അവിടെ ഇരിക്കുന്നത് ഒരു രാക്ഷസിയാണ്, എന്നെ കൊല്ലാൻ വേണ്ടി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ചെല്ലുക. കാരണം എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കില്ല. ആ അമ്മമാർ കാത്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഒരു മരുമകൾ വരാനായിട്ട്. ഈ മകൻ്റെ ഭാര്യ വന്നിട്ട് വേണം അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട് തന്നെ, അമ്മായിയമ്മയുടെ വീട് നോക്കുക. പക്ഷെ ആ വരുന്ന മരുമകളെ ഇങ്ങനെ സ്വീകരിക്കണം നിങ്ങൾ. അതിന് ആ കുട്ടിക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടാകും, തെറ്റുകളൊക്കെ ഉണ്ടാകും. കാരണം അവർ വേറെ സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. ഒരു എക്സാമ്പിളാണ് എൻ്റെ ലൈഫിൽ നിന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഒത്തിരി രാവിലെ ഒന്നും എണീറ്റിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ എന്നും 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഭയങ്കര ഡിസിപ്ലിൻഡാണ്. അവരുമായിട്ട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് കേട്ടോ. പക്ഷെ ഈ കാര്യത്തിൽ വളരെ ഡിസിപ്ലിൻഡ് ആണ്. 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ വെദർ ഇറ്റ് ഇസ് റെയിൻ ഓർ ഷൈൻ എഴുന്നേറ്റിരിക്കും. എത്ര മഴയാണെങ്കിലും ശരി മൂടി പൊതിച്ച് കിടക്കാമെന്ന് അവർ ചിന്തിക്കില്ല. ആ ഡിസിപ്ലിൻ ഈ മക്കളിൽ ഉണ്ട്. അവരാ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. മറ്റു 2 പേരുടെ കാര്യം എനിക്കറിയില്ല, വേറെ 2 പേരുണ്ടല്ലോ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഊറ്റം കൊള്ളുന്നു. പക്ഷേ അതെങ്ങനെ എവിടെ നിന്ന് കിട്ടിയതാണ്? അത് അമ്മയിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പം നല്ല കാര്യങ്ങളും അവർ അമ്മമാരിൽ നിന്ന് പഠിച്ച പോലെ തന്നെ ചീത്ത കാര്യങ്ങളും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. ചീത്ത കാര്യങ്ങളെന്ന് ഞാൻ പറയുന്ന എല്ലാം ചെയ്തു കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടാകാം മക്കളെ. അയ്യോ എൻ്റെ മോൻ അയ്യോ അവരവിടെ പോലെ ഇവിടെ പോലെ വെയിലുകൊള്ളല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അവിടെ അടുത്തുള്ളൊരു കടയിലേ പോയിട്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ. അത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അരവിന്ദിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു വിസിറ്റിന് വന്നതാണ്. അപ്പോൾ ഭയങ്കര വെയിൽ. ആ സമയത്ത് വീട്ടിൽ എന്തോ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരാമോ അരവിന്ദ, ഇവിടെ അടുത്താണ് കട. അപ്പോൾ അരവിന്ദിന് ഇഷ്ടമാണ് അങ്ങനെ പോകണം. അപ്പം ഞങ്ങളുടെ തന്നെ റിലേറ്റീവിൻ്റെ കടയാണ്. അവിടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിൽ എഴുന്നേറ്റു കേട്ടോ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. ഉടനെ അമ്മ പറഞ്ഞു ആകെ പോയി വാങ്ങിച്ചുകൊണ്ട് വാ, എന്തൊരു വെയിലാ, അരവിന്ദിനെ പയർന്ന് കഴിക്കണേ എന്തിനാന്ന്. അപ്പം എനിക്ക് വെയിലില്ലേ. അപ്പോൾ എൻ്റെ അച്ഛൻ ഉടനെ പറഞ്ഞു അത് ശരി, ആൺകുട്ടികൾക്ക് വെയിലത്തിറങ്ങി പോകാൻ പറ്റൂല, മോള് പോകണമെന്നോ ഒന്ന് ഉടനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര അങ്ങനെ സ്ട്രിക്റ്റ് ആട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചാൽ സമ്മതിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ആരും പോകണ്ട, അവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊന്നും അച്ഛൻ ചിന്തിക്കുന്നില്ല. പക്ഷെ അതൊരു തെറ്റായ പ്രവണതയുമാണ് ആ അമ്മ കാണിച്ചത്. എന്തിനാ അങ്ങനെ പറയുന്നത്? ആ മകന് വെയിൽ കൊള്ളാൻ പറ്റൂലേ, അല്ലെങ്കിൽ ഒരു ആണല്ലേ, അവർ പോയിട്ടല്ലേ കൊണ്ടുവരണ്ടേ, അങ്ങനെയല്ലേ ആലോചിക്കണ്ടേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അമ്മ ശ്രദ്ധിക്കാറുണ്ട്. പറയുമ്പോൾ ശ്രദ്ധിക്കും എൻ്റെ അടുത്ത്. കാരണം അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പറയും. അതിനെന്താ, അവർ പോയി വാങ്ങിക്കുന്നതിന് എന്താ, എടുത്തുകൊണ്ട് വരുന്നതിന് എന്താ, അങ്ങനെ തിരിച്ചു വയ്ക്കാൻ തുടങ്ങും. പക്ഷെ അതൊരു വഴക്കിൻ്റെ രൂപത്തിലല്ല, അവർക്ക് തിരുത്തി കൊടുക്കുക, അറിയില്ലാത്തവർക്ക് തിരുത്തി കൊടുക്കുക, അതിൽ തെറ്റൊന്നുമില്ല. പിന്നെയും അത് ആവർത്തിക്കുകയാണെങ്കിൽ ഇരുന്ന് സംസാരിക്കാം. ഹസ്ബൻഡ് തന്നെ പറയേണ്ടി വരും. നിങ്ങളാരും പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഒരിക്കലും മരുമക്കൾ അമ്മായിയമ്മമാർക്ക് ഉപദേശം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഈ കാതങ്ങ് അടച്ചു വെക്കും ചിലർ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. അവരെന്തിനും നമ്മളെ കേൾക്കണം. അവർ ഈ ഭൂമിയിൽ വന്നിട്ട് 25 ഓണം നമ്മളെക്കാളും കൂടുതൽ ഉണ്ട ആൾക്കാരല്ലേ. അപ്പോൾ അവർ നമ്മുടെ ഉപദേശം എടുക്കും. പക്ഷെ നമുക്ക് നമ്മളെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലല്ലേ കുട്ടികളെ. ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. എന്നെ കേൾക്കുന്ന കുറേ പേര് എന്നെ പോലെ ഒക്കെ തന്നെ ഉള്ളവരാണ്. കുറച്ച് പേര് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി ചോദിക്കുകയുണ്ടായി ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ചേച്ചി കൂട്ടേണ്ടതെന്ന്. ഇതൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ സിറ്റുവേഷൻസ് ഒക്കെ കേട്ടോ. ഞാൻ എൻ്റെ ഒരു റീലിട്ടിരുന്നു ഞാൻ. അതിനകത്ത് വിസാർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര കുറേ സ്ഥലത്ത് ഞാൻ വായിച്ചു എൻ്റെ റെഫറൻസസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിൽ വന്നിട്ട് ഈ സ്കെയർ ക്രോ എന്ന് പറഞ്ഞ സാധനമില്ലേ, സ്കെയർ ക്രോ ഇങ്ങനെ തല വന്നിട്ട് ചട്ടിത്തലയായിട്ട് ചട്ടിക്കലവും അതിലിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ക്രോയിനെ പേടിപ്പിക്കാൻ എന്നാ പറയുക അതിന്. പിന്നെ ഹേ ആയിരിക്കും ശരീരം അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം അതിനകത്ത് ഉണ്ട്. ഈ വിസേർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞ കഥയിലുണ്ട്. ആ
പുള്ളി ആ സ്കെയർക്രോയുടെ ആഗ്രഹം എന്ന് അറിയോ, എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഒരു ബ്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതേപോലെ തന്നെ അതിനകത്തൊരു ലയൺ ഉണ്ട്. ആ ലയണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കവേർഡിസ്, ഭയങ്കര പേടിത്തൂറൻ ലയണാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ലയണിന് അങ്ങനെ, ലയണിൻ്റെ ഏറ്റവും വലിയ ട്രേറ്റ് എന്നൊക്കെ പറയുന്നത് തന്നെ ഇങ്ങനെയാണ് അല്ലേ, അവരുടെ ഗേറ്റ് ഇങ്ങനെയാണ് നടക്കത്തുള്ളൂ, ഇങ്ങനെ, അതായത് ഞാനൊരു സംഭവമാണെന്നുള്ള മട്ടിൽ. അപ്പോൾ ആ ഒരു ട്രേറ്റ്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലയൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലയണായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ വേറൊരു ക്യാരക്ടറാണ് അതിനകത്ത്, ടിൻ ബോയ് എന്നാണെന്ന് തോന്നുന്നു, ടിന്ന്. ആ ടിന്ന് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എപ്പോഴും. കാരണം എന്താ വെച്ചാൽ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുരുമ്പ് പിടിക്കും, റസ്റ്റ് ആകും. അങ്ങനെ ഒരു കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. ഡൊറോത്തിയാണ് അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ. നിങ്ങൾ ആ ബുക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ കേട്ടോ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫാൻറ്റസി ടൈപ്പ് ഓഫ് കഥയാണ്. അത് പണ്ട് സിനിമയും ആയിട്ടുണ്ട്. അതെന്തിനാ പറയണമെന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ മുന്നേറും എന്നാണ് ആ കഥയിലൂടെ പറഞ്ഞു തരുന്നത്. കുറേ വാക്യങ്ങളൊക്കെ അതിൽ നല്ല നല്ല വാക്യങ്ങളൊക്കെ ഉണ്ട്. അതിലത്തെ മെയിൻ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ് കേട്ടോ. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് മന്ത്രമാണ് ബിലീവ് ഇൻ ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ എനിക്ക് സാധിക്കും, എനിക്ക് അവരോടൊക്കെ നന്നായി ബിഹേവ് ചെയ്യാൻ സാധിക്കും, എനിക്ക് അവരുമായിട്ട് ഇഴകിച്ചേരാൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയണേ കേട്ടോ, ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ആ ബൗണ്ടറീസ് ഇടേണ്ടതെന്നൊക്കെ നമുക്ക് അപ്പപ്പം കാണിച്ചു തരും. നമ്മൾ ഇടുന്ന ബൗണ്ടറീസ് കഴിച്ചിട്ട് ഒരാൾ വരാനും ധൈര്യപ്പെടില്ല. പിന്നെ നമ്മളതിനെ ശക്തമായിട്ട് എതിർക്കുകയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു ഭാഷയിൽ നമ്മൾ പറയുകയാണ്, ദിസ് ഇസ് വാട്ട് ഐ ആം. എന്നെ നിങ്ങൾ എങ്ങനെ, ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, എന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇത്തിരിയെങ്ങാനും എൻ്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ എനിക്കത് എതിർപ്പോ അല്ലെങ്കിൽ എന്നോടൊരു ദേഷ്യമോ അസൂയോ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാകുകയും ചെയ്യും. ഞാൻ അതനുസരിച്ചാണ് പിന്നെ പെരുമാറുക. അത് അങ്ങനെ അങ്ങ് മാറും. ഞാൻ അവരുടെ അടുത്ത് നേരിട്ട് പോയി ഏറ്റുമുട്ടാനൊന്നും പോയില്ല. പക്ഷെ അവരെൻ്റെ അടുത്ത് പറയുന്നത് ഇതിന് ഞാൻ എതിര് പറയും. അത് എതിര് പറയുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ സർക്കാസം ആയിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഇഷ്ടമായില്ല എന്നെ ആ കളിയാക്കിയത്, എനിക്ക് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആര് സംസാരിക്കും? അതുകൊണ്ട് കുട്ടികൾ പോകുന്നവർ എല്ലാവരും എണീറ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് വഴക്കിടാനൊന്നും പോകരുത്. അവിടെ ഇരിക്കുന്നവരൊന്നും നമ്മളോട് വഴക്കിടാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയേക്കുന്നത് അല്ല. അവരുടെ വീട്ടിലേക്ക് നമ്മൾ മരുമകളായിട്ട് കൊണ്ടുപോകുന്നത് അവരുടെ മകനൊരു ജീവിതത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ആ മകൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത്. നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞേ ആദ്യമൊന്നും അറിയില്ലായിരിക്കുന്നേ. എപ്പോഴും ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പൊസസീവായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തു പോകണം, വരണം, അങ്ങനെയൊക്കെ. അത് ആ ഒരു കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് ഈ അമ്മമാരും ഒന്ന് മനസ്സിലാക്കി വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അങ്ങ് വിട്ടുകൊടുത്തേക്കണം. പിന്നീട് അവർ തന്നെ അവർക്ക് അഡാപ്റ്റഡ് ആവും. അവർ നമ്മൾ ഈ ഫാമിലിയിലോട്ട്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അഡാപ്റ്റഡ് ആയ ഒരാളാണ്. എന്ത് കാണിച്ചാലും ഞാനൊന്ന് അയഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം കുറച്ച് റിജിഡായിട്ടുണ്ട്. കാരണം ബിക്കോസ് ഓഫ് മൈ ഏജ് ഞാൻ വിചാരിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടെങ്കിൽ ചാഞ്ഞു കിടക്കുന്ന മരത്തേൽ ഓടിക്കയറാൻ ഒത്തിരി പേരുണ്ടാവും. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് റിജിഡ് ആകാം കേട്ടോ. ആ റിജിഡ്നെസ് എന്ന് പറയുന്നത് റൂഡ്നെസ് ആകാതിരുന്നാൽ മതി. റൂഡാകേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറുമ്പോൾ നമ്മൾ റൂഡായിപ്പോവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ അടുത്ത് സഭ്യമായ രീതിയിലല്ല അവർ പെരുമാറുന്നതെങ്കിൽ, ബിക്കോസ് വി ആർ നോട്ട് ദെയർ ബ്ലഡ് റിലേറ്റീവ്. ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ അത് എവിടെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടതെന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അപ്പം തന്നെ വാൺ ചെയ്തേക്കണം. സി, ഐ ആം യുവർ ഗസ്റ്റ്. ആക്ച്വലി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. പതുക്കെ ഞാൻ അഡാപ്റ്റഡ് ആവുള്ളൂ. അപ്പോഴേക്കും വന്ന ഫസ്റ്റ് ഡേ തന്നെ എന്നോട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സട്ടിലായിട്ട് ഹസ്ബൻഡിനോട് ആരോടെങ്കിലും പറയണേ. കരയൊന്നും ചെയ്യരുത് കേട്ടോ. പോയിരുന്ന് വിഷമം അയ്യോ എന്ന് പറഞ്ഞ് കരയാനേ പാടില്ല. എന്നിട്ട് കുട്ടികളെ അയ്യോ വീട്ടിൽ നിന്ന് വന്ന സങ്കടം കൊണ്ടാണ്, ഇവിടെ എന്തെങ്കിലും ഒരു വിഷമം തോന്നുമ്പോഴേക്കും അമ്മയും അച്ഛനും ഓർമ്മ വരും. അപ്പോൾ ഇരുന്ന് കാര്യം ഞാൻ കരയാറൊന്നുമില്ല കേട്ടോ. എനിക്ക് കരച്ചിലേ ഇല്ല. അത് എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി വണ്ടിയിൽ ഇങ്ങനെ കയറില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കുറച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കയറുമ്പോൾ. അപ്പോൾ അയ്യോ വിചാരിച്ചു പാവം കുട്ടി എന്തൊരു വിഷമമായിരിക്കുന്നൊക്കെ ഓർത്ത്. ആ അച്ഛൻ്റെ കാലൊക്കെ തൊട്ട് ഇപ്പോൾ ഉണ്ടായ ഒരു ഇമോഷണൽ എഫ്ലക്സ് ഉണ്ടല്ലോ, അപ്പോഴാണ് ഞാൻ കരഞ്ഞത്.
എൻ്റെ ബ്രദറും കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ. പുറത്തേക്ക് ഇറങ്ങി കാറങ്ങോട്ട് തിരിഞ്ഞ് ഒരു 2 വളവ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കയ്യിൽ ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് ഒപ്പി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ആവണം എന്നല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ബട്ട് ദാറ്റ് വാസ് ഈസി. കാരണം നമ്മൾ കരയേണ്ട കാര്യമില്ലല്ലോ. വി ആർ ജസ്റ്റ് എൻറ്ററിങ് ഇൻ ടു എ ന്യൂ ഹാപ്പി ലൈഫ് എന്നായിരിക്കണം നമ്മളുടെ മോട്ടോ. എപ്പോഴും നമ്മൾ ഹാപ്പി ലൈഫ് എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. വിസാർഡ് ഓഫ് ഓസ് മൂവിയും ഉണ്ട്, ഒന്ന് പോയി കാണൂ കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് കുറേ ഗൂഗിൾ ഇതുണ്ട് അതിനെപ്പറ്റി, അഡാപ്റ്റേഷൻസിനെ പറ്റിയിട്ടും അവരുടെ സൈക്കോളജിക്കൽ ഇതുമായിട്ട് എന്തിനാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഉള്ള ആർട്ടിക്കിൾസൊക്കെ ഉണ്ട്. അതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വായിക്കണേ. ഈ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ ഓൾറെഡി വായിച്ച് കാണും. അല്ലാത്തവർ സമയം കിട്ടുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനോ എന്തെങ്കിലും ഒന്ന് വായിക്കൂ. പെൺകുട്ടികൾ എസ്പെഷ്യലി കല്യാണം കഴിക്കാൻ പോകുന്നവരും അങ്ങനെ ആ ഓഫീസ് പൊളിറ്റിക്സിലൊക്കെ പെട്ട് കഷ്ടപ്പെടുന്നവരൊക്കെ അതൊക്കെ ഒന്നെടുത്ത് വായിക്കൂ കേട്ടോ. ഞാനതൊക്കെ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ അനലൈസിസ് ഒക്കെ ഇപ്പോഴാട്ടോ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫാൻറ്റസി വേൾഡും നമ്മുടെ ഈ വേൾഡുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോകാം. ഇനിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.